ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളുള്ളത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലാണ്. നമ്മൾ മൂന്നാമത്തെ ഓണം കൂടാൻ വേണ്ടിയിട്ട് എൻ്റെ കൊച്ചാപ്പൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മുടെ മൂന്നാമത്തെ ഓണം വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ നമ്മുടെ ചേച്ചി പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ള ചാനലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ഫസ്റ്റ് വ്ളോഗ് എൻ്റെ തന്നെ എടുക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. നമ്മുടെ കാശുകൂട്ടുന്നത് നല്ല ഉറക്കമായിട്ടുണ്ട്. പിന്നെ ഇത് ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വല്യമ്മയുടെ മോളാണ്, അതായത് അമ്മയുടെ ചേച്ചിയുടെ മോളാണ്. എൻ്റെ കീറിപ്പിടിക്ക് സമാധാനമായില്ലേടി. ഹായ് ഗൈസ്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കല്യാണത്തിനൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ള കുമ്പിടി, മതിയാറ്റിട്ടുണ്ട് വീട്ടേക്ക് കുമ്പിടി. പിന്നെ നമ്മുടെ ചേട്ടൻ നിൽക്കുന്നുണ്ട്. കാശുകൂട്ടൻ തേക്ക് ഇടുന്ന നല്ല ഉറക്കാണ് കേട്ടോ ചേട്ടൻ. ഹായ് ചേട്ടാ. ചേട്ടാ ഹായ്. ഹായ്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ പോവാണ്. നമ്മുടെ ഉപ്പേരി, ഉണ്ണിയപ്പം, ഹൽവ, മുറുക്ക്, മിക്സർ എല്ലാ സാധനങ്ങളും മേമ കൊണ്ട് നിരത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ മോൻ. അവൻ പറയുന്നത് മുറുക്ക് വേണ്ടമ്മേ, എനിക്ക് ഉപ്പേരി മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവന് ഉപ്പേരി എടുത്തു കൊടുക്കാൻ വേണ്ടി നിർത്താണ്. ഇതാണ് ഞങ്ങളുടെ മേമ. ഇന്ദു മേമ എന്നാണ് പേര്. ഇന്ദു മേമല്ല, ഇന്ദുലേഖ എന്നാണ് പേര്. അപ്പോൾ പിള്ളേരൊക്കെ അവിടെ സെറ്റായിട്ട് കളിക്കാൻ നോക്കുന്നുണ്ട്. എല്ലാവരും കണ്ട സന്തോഷത്തിൽ എല്ലാവരും ഇങ്ങനെ മതിമറന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ചേട്ടൻ, വൈശാഖ് എന്നാണ് പേര്. ഇപ്പോൾ 5 പറയാ ഉണ്ണിപ്പോൾ സൂപ്പറായിട്ടുണ്ടോ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കാറ്ററിങ്ങിൻ്റെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് ഇത് അപ്പാടി, ഇതെല്ലാം എൻ്റെ അനിയൻ, പിന്നെ ഇത് കണ്ണപ്പാപ്പൻ. ഫുഡ് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉച്ചയായപ്പോൾ എല്ലാവരും ചോറിടാനുള്ള തിരക്കിലായി. ഞങ്ങൾ ആദ്യം നിലത്തിരുന്നെങ്കിലും കൂടി പിന്നെ ഉണ്ണിയല്ലേ, ഉണ്ണികളാകുമ്പോൾ നമ്മൾ ഓടി നടന്ന് കൊടുക്കണ്ടേ. അങ്ങനെ അവിടെ നിന്നിട്ടിപ്പോൾ സോഫയിൽ വന്നിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്, കഥകളൊക്കെ പറഞ്ഞിങ്ങനെ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓരോ കോമഡികളും പണ്ടത്തെ ഓരോ തരങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും വൈകിട്ടത്തെ ചായ കുടിയിലേക്ക് എത്തി. അങ്ങനെ എല്ലാവരും ഇരുന്ന് ചായ കുടിക്കുകയാണ്. ഗായ്സ്, അപ്പോൾ നമ്മള് ഭക്ഷണം കഴിച്ചു. ബിരിയാണി ആയിരുന്നു, അത് മൃഷ്ടാന ഭോജനം കഴിഞ്ഞു. പിന്നെ നമ്മൾ ചായ കുടിച്ചു. ചായക്കും ഈ പറഞ്ഞ പോലെ ചായ കുടിച്ച് ഞാൻ പാറൂസിനെ കൊണ്ട് ഇങ്ങനെ മുടിയൊക്കെ ഒന്ന് മസാജൊക്കെ ചെയ്യിച്ചിരിക്കുകയായിരുന്നു. പാറു ഹായ്.